ഇന്ന് നമുക്കൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാം. അത് നമുക്ക് പയറും മുതിരയൊന്നും ഇടാതെ തന്നെ നമുക്ക് ഇടിച്ചക്ക മാത്രം വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇടിച്ചക്ക എടുക്കുക. ഇതിപ്പോൾ ഒരു കഷ്ണം ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കറിൽ വേവിക്കുക വെച്ചാൽ അധികം വെന്തുടയരുതിട്ടാ. ഇത് നമ്മൾ അടുപ്പത്താണ് വേവിച്ചത്. കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വിസിൽ മതി, അതിലും കൂടുതൽ വേണ്ട. അപ്പോൾ നല്ല വെന്താൽ നമുക്കിത് കുഴഞ്ഞു പോവുള്ളൂ. ഞാൻ വെന്തടിച്ചൊക്കെ അതേപോലെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ചള്ളിടിച്ചക്ക കിട്ടുകയെങ്കിൽ അതാണ് നല്ലത്. ഇതൊന്നും മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇത്ര തന്നെ ആവണ്ട ഇടിച്ചക്ക. ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ചള്ളാണ് നല്ലത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 3 പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് എടുക്കുക. ഒരു 6 ചെറിയ ഉള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി. ചെറുള്ളി കുറച്ച് തോനെ എടുക്കുക കേട്ടോ. കൂടുതൽ എത്ര വേണ്ടിച്ച് അത്ര എടുക്കുക. ഒരു 6-10 എടുക്കുക. ഒരു 5 അല്ലി വെളുത്തുള്ളി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു മുറി തേങ്ങ ആവശ്യമായത് എടുക്കുക. തേങ്ങ കൂടുതലാണെന്ന് വെച്ചാൽ അത്രയും രസം ഉണ്ടാവുക, ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് അതിലേക്ക് ചെറിയ ജീരകം ഒരു നുള്ളിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടിയിട്ട് ഒന്നുണ്ട് ചതച്ച് വേണ്ടിയിട്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്താൽ മതി. അതൊക്കെ അരഞ്ഞു പോകരുത്. നമ്മൾ ചട്ടി അടുപ്പത്ത് ചേർക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്താൽ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടിയിട്ട് അതും ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അരപ്പിടുമ്പോൾ കൂടുതൽ നേരം അത് വേവിച്ചെടുക്കൊന്നും വേണ്ട. എന്നാൽ വെള്ളം ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ഇട്ട് വേവിച്ചത് ഇട്ട് കൊടുക്കുക. നമ്മൾ വറ്റൽമുളകും കടുകൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം വറ്റുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൂടുതൽ നേരം ഒന്നും ഇളക്കേണ്ടത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഇടിച്ചക്ക തോരനാണിത്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേവിച്ച് വെച്ച ഇടിച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇടിച്ചക്ക നല്ലോണം വെന്ത് പോവാതെ നമുക്ക് നോക്കണം കേട്ടോ. കൂടുതൽ വെന്ത് കഴിഞ്ഞാലും ഇതേപോലെ കിട്ടില്ല. നല്ല ഇങ്ങനെ കുഴഞ്ഞു പോവുള്ളൂ. കുറച്ച് വേവായാലും ഇതേപോലെ നമുക്ക് കിട്ടും. അതൊന്ന് ചൂടാവുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാലും മതി. നമ്മൾ തോരനൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇടിച്ചക്ക ഉണ്ടാവുന്ന കാലാണല്ലോ. ഇനി ഇടിച്ചക്ക കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും മുതിരയും പയറൊക്കെ ഇട്ടിട്ടല്ലേ ഇടിച്ചക്ക വെക്കുക. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.